interview. Today we have Reverend Father Raju Verghese with us, and with Reverend Father Raju Verghese, we will be discussing the life and legacy of Metropolitan Dr. Paulos Mar Gregorius. Achan, I would like to extend my sincere gratitude to Shinu Achan for your dedicated efforts and highlighting various aspects of His grace, Paulus Mar Gregorius Tirumeni. Thank you, Achan. We can begin. Thanks. Acha, how was your first interaction with Paulos Mar Gregorius Tirumeni? Achan, I really met Tirumeni at my interview at the Orthodox Theological Seminary, Kottayam. 1976-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടുത്തെ സോഫിയ സെൻറ്ററിൽ I had an interview with the faculty. The people who were present, എൻ്റെ ഓർമ്മയിൽ പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനയുണ്ട്, ഒസ്താത്യസ് തിരുമേനയുണ്ട്. ഒസ്താത്യസ് തിരുമേനയാണ് വൈസ് പ്രിൻസിപ്പൽ. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഗ്രിഗോറിയസ് തിരുമേനയായിരുന്നു. കോരുത് മൽപ്പാനച്ചനുണ്ടായിരുന്നു, ഏബ്രഹാം മൽപ്പാനച്ചനുണ്ടായിരുന്നു, KM അലക്സാണ്ടർ അച്ഛനുണ്ടായിരുന്നു, TJ ജോഷു അച്ഛനുണ്ടായിരുന്നു, ഫിലിപ്പോസ് തോമസ് അച്ഛൻ, പിന്നീട് ഫിലിപ്പോസ് മറിയാവുസേബ്യസ് തിരുമേനിയായിട്ട് തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ കാലം ചെയ്ത KG ജോർജ് അച്ഛൻ, ഗീവർഗീസ് മാർ യുവാനസ് തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ. ഈ അന്നത്തെ ആ ഫാക്കൽറ്റി ഇൻ്റർവ്യൂ ചെയ്തതിനകത്ത് ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ജോഷു അച്ഛനാണ്. അച്ഛനും നമ്മെ വിട്ടുപോയി. എല്ലാ പിതാക്കന്മാരെയും ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് എല്ലാവരോടും ഒരുമിച്ച് ഒരു മുറിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കാൻഡിഡേറ്റ് അവിടെ ചെന്ന്, അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുമ്പോൾ തന്നെ അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ആപ്പാടെ ഒരു കൺഫ്യൂഷൻ, എവിടെ നോക്കിയാലും നമുക്കൊരു കൺഫ്യൂഷനാണ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ അവർ നോക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ വാസ് ഇൻ പ്രോഗ്രസ്. ഓരോരുത്തരും അവരവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു. ലാസ്റ്റ് വന്നപ്പോൾ ഒസ്താത്യസ് തിരുമേനിയും ഗ്രിഗോറിയസ് തിരുമേനിയാണ് ലാസ്റ്റ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഒസ്താത്യസ് തിരുമേനി എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞപ്പോൾ തിരുമേനി ഒരു ഇംഗ്ലീഷ് ബൈബിൾ, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഒരുമിച്ചുള്ള ഒരു ബിഗ് ബൈബിള് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് ഇംഗ്ലീഷ് ബൈബിളോട്ട് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചിട്ടില്ല. അന്നത്തെ നാട്ടിലെ രീതി അനുസരിച്ച് ഇറ്റ് വാസ് നോട്ട് അവൈലബിൾ. ആകെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ ഒരു ഗിഡിയൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ആൻഡ് സാംസ് ഉള്ള ഒരു ചെറിയ ബൈബിളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. സോ വെൻ ഐ ഗോട്ട് ദ ബൈബിൾ ഐ വാസ് കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ് വേർ ടു ലുക്ക് ആൻഡ് ഹൗ ടു ഫൈൻഡ് ഔട്ട്. എന്നോട് പറഞ്ഞത് യെശയ്യാപ്രവചനത്തിൻ്റെ പുസ്തകം 44-ാമത്തെ അധ്യായം എടുക്കാനാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് വേദപുസ്തകം എടുത്ത് ജസ്റ്റ് അങ്ങ് ഓപ്പൺ ചെയ്തു. ഇത് ഏകദേശം ബൈബിളിൻ്റെ മിഡിലായിട്ട് വരുമല്ലോ, ഐസയ 44. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കൃത്യം വന്നത് ഈ ഐസയ 44 അത് ബട്ട് നൗ ലിസൺ ജേക്കബ് മൈ സെർവൻറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള, ഇപ്പോഴേ യാക്കോബേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്ന് തന്നെ നിയമിച്ചവനും നിന്നെ സഹായിച്ചതുമായ യഹോവ അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഞാൻ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പം ഒസ്താദ്തിരുമേനി എന്നോട് പറഞ്ഞു, മതി ഇത്രയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് റിയലി വെയിറ്റിംഗ് ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനി. തിരുമേനി വാസ് സിറ്റിംഗ് ഹിയർ ആൻഡ് ഇങ്ങനെ കുടുകുട ചിരിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോഴത്തേന് എനിക്ക് കുറച്ചുകൂടെ പേടി, എനിക്കെന്തോ അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. തിരുമേനി കുറച്ച് നേരം എന്നെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിച്ച് എന്നോടിങ്ങനെ തല കുലുക്കിയിട്ട് പറഞ്ഞു, ഒന്നും ചോദ്യമൊന്നുമില്ല. സോ ഹി ഡിഡ്ന്റ് ആസ്ക് മീ എനിത്തിങ്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഇന്ററാക്ഷൻ. അച്ഛാ, പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി അച്ഛൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ആത്മീകവും അതുപോലെ തന്നെ വേദശാസ്ത്രപരമായ അന്വേഷണങ്ങളൊക്കെയും തിരുമേനിയുടെ സ്വാധീനം എത്രമാത്രം അച്ഛനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്?
അച്ഛാ 4 വർഷം ഞാനവിടെ പഠിക്കുന്ന 4 എന്ന് പറയുന്നത് ആ മുഴുവൻ സമയം അന്ന് തിരുമേനി മിക്കവാറും സമയങ്ങളിൽ അവിടെ ആരാധനയ്ക്കും ക്ലാസ്സുകൾക്കും ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന സമയങ്ങളിൽ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയാൽ ഒരു മാസമൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ട്. അങ്ങനെ ഏറ്റവും അടുത്ത് തിരുവേനിയായിട്ട് കാണാനും പരിചയപ്പെടാനും പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരുവേനിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന എപ്പോഴും എല്ലാ വിശുദ്ധ കുർബാനയിലും തിരുമേനിയെ സ്മരിക്കുന്ന, അതായത് ഞാൻ ഓർക്കണ്ടെന്ന് വിചാരിച്ചാലും ഓർത്തു പോകുന്ന 2-3 സന്ദർഭങ്ങളെ ഞാൻ പറയാം. ഒന്ന്, തിരുമേനിയുടെ തുയാബോ. തിരുമേനി തുയാബോ എത്തിക്കുന്ന അത് നമുക്കറിയാം. ഈ രഹസ്യ പ്രാർത്ഥനകളൊക്കെ മനസ്സിൽ നിന്ന് ഒരു വിങ്ങലായിട്ട് ഇങ്ങനെ എത്ര സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത് വെർബലായിട്ട് നമുക്ക് വെളി കേൾക്കത്തക്ക പോലെ നമുക്ക് കേൾക്കാം. ഈ തുയാബായുടെ ശുശ്രൂഷയിലെ ഓരോരുത്തരുടെയും പേരുകളൊക്കെ എടുത്തു വെച്ച് തിരുമേനി ആ കുർബാനയ്ക്കുള്ള പ്രിപ്പറേഷൻ എനിക്ക് whenever I get a chance, I always try to be there and join for the തുയബോ. അത് ഞാൻ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും തിരുമേനി ചെയ്യുന്ന തുയാബ എൻ്റെ മനസ്സിലെപ്പോഴും ഓടി വരാറുണ്ട്. തിരുമേനി പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞ എൻ്റെ അപ്പനായ, എൻ്റെ അമ്മയായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ ഒരു പ്രാവ് കുറുകുന്ന പോലെ ആ ശബ്ദത്തിൽ പറയുന്നത് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരാധനയിൽ തിരുമേനി അത്ര ഒരു വലിയ ചിന്തകനായിരുന്നു, പണ്ഡിതനായിരുന്നു, അറിവുള്ള ഒരാളായിരുന്നു. പക്ഷെ തിരുമേനിയുടെ ആരാധനയിൽ ഒത്തിരിയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്കത് പറഞ്ഞു തന്നാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും അത് വിട്ടുപോകത്തില്ല. ഇപ്പം ഞാൻ അച്ഛനോട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, സാദിക്കോ അക്കുതകലോനപ്ര നീതിമാൻ പന പോലെ തളർത്തിടമേ. അത് ഞാൻ ഓർക്കുന്ന ഒരു ക്ലാസ്സിൽ മിസ്ഫായും ദീനും സാദിക്കും തമ്മിലുള്ള വ്യത്യാസം തിരുമേനി പറഞ്ഞു തന്നത് ഒരിക്കലും മറന്നു പോകത്തില്ല. അതിനകത്ത് സാദിഖ് എന്ന് പറഞ്ഞാൽ അനീതിക്ക് വശംവദനായ ഒരുവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന നീതിമാനാണ്. അപ്പം അതിനകത്ത് അക്ഷരത്തിൻ്റെ ഇതോ അർത്ഥത്തിൻ്റെ ഇതൊന്നും ഓർത്തുകൊണ്ടല്ല, തിരുമേനി എപ്പോഴും അത് ചൊല്ലുമ്പോൾ നീതിമാൻ പന പോലെ തളർത്തിടുമേ എന്ന് തിരുമേനി ചൊല്ലത്തുള്ളായിരുന്നു. ഞാനും അച്ഛനായി കഴിഞ്ഞിട്ട് ഇന്ന് വരെ അത് ഓൾവേസ് കണ്ടിന്യൂ ദാറ്റ്. അത് പ്രത്യേകിച്ച് നമ്മൾ അത് ചൊല്ലുന്ന സമയത്ത് അറിയാതെ തിരുമേനിയെ മനസ്സിലാക്കി നമ്മൾ ഓർത്തു എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മനസ്സിൽ തറച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ ഹസിയനോഹക്കിൽ പുണ്യമാക്കുന്നതിനും വെടിപ്പാക്കുന്നതിനുള്ള പ്രാർത്ഥന. ഒരിക്കലും തിരുമേനിക്ക് പുണ്യം എന്ന് പറഞ്ഞ വാക്കിനോട് എന്തോ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അപ്പം എപ്പോഴും പറയാറുണ്ട് പാപപരിഹാരം ചെയ്യുന്നതെന്നാണ് തിരുമേനി ഇത് വായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ മോക്ഷം അല്ലെങ്കിൽ മൽക്കൂസോ എന്ന് പറയുന്നത് രാജ്യത്വമാണ്, കിങ്ഡമാണ്. അത് ഈ മോക്ഷവും പുണ്യവും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് തിരുമേനി എപ്പോഴും അതിനെക്കുറിച്ച് മൽക്കൂസോ രാജ്യത്വം എന്നുള്ള മീനിങ് ആണ് പലപ്പോഴും മോക്ഷത്തിന് തിരുമേനി ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ തിരുമേനിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, ഒന്ന്, ഞാൻ സെമിനാറി ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞ സമയത്താണ് നമ്മുടെ സഭയിലെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂള് എൻ്റെ തുടക്കത്തിൻ്റെ സമയം. ഞാൻ OVBS ഫസ്റ്റ് സെക്രട്ടറിയാണ്, സഭയിലെ ആദ്യത്തെ സെക്രട്ടറിയാണ്. അപ്പം ഈ നമ്മുടെ വട്ടക്കുന്ന് തിരുമേനി, അന്നത്തെ കാതലിക്ക തിരുമേനി, തിരുമേനിയായിട്ട് ഇതിൻ്റെ ബുക്സ് ഉണ്ടാക്കുന്ന കാര്യവും ഒക്കെയുള്ള കാര്യങ്ങളുമായിട്ട് സൺഡേ സ്കൂൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതായുണ്ട്. ദേവലോകത്ത് ഈ തിരുമേനിയായിട്ട് ഇങ്ങനെ പല പ്രാവശ്യം സംസാരിക്കുമ്പോഴേ ഒരിക്കൽ തിരുമേനി എന്നോട് പറഞ്ഞു, ചെമ്മാച്ചന് എപ്പോഴെങ്കിലും പോയി പൗലോസ് തിരുമേനിയുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റും, ഈ ലെസൺ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഒരിക്കൽ ഞാൻ ചെന്ന് ചോദിച്ച സമയത്ത് ഇപ്പം എനിക്ക് പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കാതെ നമ്മുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇതിനു വേണ്ടി ഏർപ്പെട്ടിന്. അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ സെലക്റ്റീവ് ആയിരിക്കണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള ബൈബിൾ ലെസൺസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സാക്കിയസ്, സ്റ്റോറി ഓഫ് സാക്കിയസ്, അത് നമുക്ക് ഒരു 5 വയസ്സുള്ള കുഞ്ഞിനെ അതിൻ്റെ ലെയറിൽ പഠിപ്പിക്കാം, പ്രായമുള്ള ഒരാളിനെ അതിൻ്റെ രീതി പഠിപ്പിക്കാം. അതുപോലെ ഓരോരുത്തരുടെ ഇൻ്റലക്റ്റ് അനുസരിച്ചും എബിലിറ്റി അനുസരിച്ചും എഡ്യൂക്കേഷൻ അനുസരിച്ചും
ദ സ്റ്റോറി ഓഫ് സാക്കിസ് നമുക്ക് പഠിപ്പിക്കാം. എന്നാൽ 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ശമരക്കാരി സ്ത്രീയുടെ കഥ പഠിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പം അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ലെസൺസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരുമേനി പറഞ്ഞു തന്നത് ഒരു വലിയ ഇതായിരുന്നു. ആൻഡ് വി കുഡ് പ്രിപ്പയർ ദ ബുക്സ് ആൻഡ് വി സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഔട്ട് ദി ഓബിയസ് മെറ്റീരിയൽസ്, സോങ്സ്, അങ്ങനെ ഇതെല്ലാം കൂടെ. അതൊരു കാര്യം. രണ്ടാമത് തിരുമേനിയായിട്ട് ഈ VBSുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാം. നമ്മൾ ആദ്യമായിട്ട് ഓർത്തഡോക്സ് വൊക്കേഷണൽ ബൈബിൾ സ്കൂളിൻ്റെ പാട്ടുകൾ ഉണ്ടാക്കിയൊക്കെ സെമിനാരി, ഞാനൊക്കെ ഒരു 3rd ഇയർ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ സെമിനാരി സ്റ്റുഡൻസ് അവസ്ഥയിൽ അത് വർക്ക് ചെയ്ത് പുതിയ ബുക്സൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സെമിനാരിയുടെ അടുക്കള അന്ന് ഗ്യാസ് ഒന്നുമല്ല, വിറക കത്തിക്കുന്നത്. അപ്പോൾ ലോറിയിൽ ഇങ്ങനെ വിറവ് കൊണ്ടുവരും. അപ്പോൾ അവിടെ വിറവ് വെട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പയ്യനുണ്ട്. അപ്പം അവനിങ്ങനെ വരുമ്പം അവന് ഒരു ദിവസം വന്നപ്പോൾ അവൻ ഒരു തബലയും ഒരു തബല ഇൻസ്ട്രുമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനും നമ്മുടെ മരിച്ച ഷേബാലേച്ചനുണ്ട്, ഞങ്ങൾ അവനോട് ചോദിച്ചു എന്തോ നിൻ്റെ പരിപാടി ചോദിച്ചാൽ പറഞ്ഞു അവൻ രാത്രി തബല വായിക്കാൻ പോകും. അപ്പം ഞങ്ങളുടെ ഒരു റെഗുലർ ഹാബിറ്റായി ഇവൻ്റെ 5 മണിക്ക് പണി കഴിയും, അല്ല ഇവൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ പോരുന്നിട്ട് ഇവനെ കൂടെ തബല പൊട്ടിക്കാൻ. ഞങ്ങൾക്കിത് കേൾക്കാനുള്ള ഇഷ്ടത്തിന് ഇങ്ങനെ തബല പൊട്ടി. അപ്പം തിരുവേനി എങ്ങനെയോ അതുവഴി നടക്കുന്ന സമയത്ത് ഈ തബലയുടെ ശബ്ദം കേട്ട് എന്നിട്ട് ചോദിച്ചാൽ എന്താ പരിപാടി, അപ്പം നമുക്ക് ഒന്നും പറയാതിരിക്കണം. ഞങ്ങളിങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ തിരുവേനി ചോദിച്ചു, നമുക്കിവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് മേടിച്ച് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യുമോ? ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പം വയലും വായിക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്, പിന്നെ ഗിറ്റാർ വായിക്കാൻ അറിയാവുന്നവരുണ്ട്. ആ ഒരു കോൺവെർസേഷന് സെമിനാറിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മ്യൂസിക് റൂം സെറ്റ് ചെയ്ത് ഹാർമോണിയം, തബല, പിന്നെ ഗിറ്റാറ്, നല്ലൊരു വയലിന്, അതുള്ള പരിപാടികളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ശ്രുതിയുടെ ഒക്കെ അതിൻ്റെ ആദ്യത്തെ പാഠമാണ് ഈ മ്യൂസിക് റൂം എന്ന് പറയുന്നത്. ഇതൊക്കെ ആ തിരുമേനുമായിട്ടുള്ള അടുപ്പത്തിലുള്ള തിരുമേനിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുകയുണ്ടായെങ്കിലും തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി അച്ഛൻ അല്പം കൂടെ നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ? തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, തിരുമേനി കൗദാശിക ജീവിതത്തിൽ അങ്ങേറ്റം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. സെമിനാറിലുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരാത്ത ഒരു ദിവസം പോലുമില്ല. അത് എപ്പോഴും 4 മണിക്ക് ലിലിയോ എന്ന് പറഞ്ഞാൽ തിരുമേനി ഒരു 5 minutes 10 minutes എയർലി എപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് വരുമായിരുന്നു. ഞാൻ എൻ്റെ 3rd ഇയർ 4th ഇയർ താമസിച്ചത് തിരുമേനിയുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിലാണ്. എന്നിട്ട് തിരുമേനി 2 മുറി ഒരുമിച്ച് ചേർത്തൊരു മുറിയിൽ താമസിക്കാം. അതിൻ്റെ അടുത്ത മുറിയിലാണ് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ഈ ഗ്രിഗോറിയൻ ചാൻസ് അതിങ്ങനെ തിരുമേനിയുടെ മുറിയിൽ നിന്ന് കേൾക്കുമായിരുന്നു. നമ്മൾ ഏത് രാത്രിയിലാണെങ്കിലും രാത്രി ലേറ്റ് നൈറ്റ് ഒത്തിരി 12, 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴും ഇതിങ്ങനെ കേൾക്കും. ഞങ്ങളുടെ മുറിയുടെ പുറവശത്തൂടെ ഒരു വരാന്തയുണ്ട്. ആ സെമിനാരി ബിൽഡിങ്ങിന് നമുക്ക് ഇന്ന് അറിയാം, എൻ്റെ ബാക്കിലൊരു വരാന്തയുണ്ട്. പക്ഷെ ആ വരാന്ത കൂടെ വന്ന് ഞങ്ങൾക്ക് തിരുമേനിയുടെ മുറിയുടെ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ വരാന്തയിൽ വന്ന് നിൽക്കാമെങ്കിൽ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ വന്ന് നിൽക്കാമെങ്കിൽ തിരുമേനി രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാം. അത് ഞാൻ ഈ തുയാബയുടെ കാര്യം പറഞ്ഞല്ല, തിരുമേനി പ്രാർത്ഥിക്കുന്ന ഒരിക്കലും അങ്ങനെ ശബ്ദം കുറച്ച് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അതിങ്ങനെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് നമ്മൾ ചില സമയത്ത് നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തവിടുന്ന് പോകത്തേ ഉള്ളൂ, അല്ല തിരുമേനി നിർത്തിയിട്ട് നമുക്ക് പോകാനൊക്കത്തില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പം ഈ ഭക്തിയുടെ തന്നെ ഇതുണ്ടല്ലോ, പിന്നെ കപടഭക്തി കാണിക്കുന്നവരുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ ഒത്തിരി ഭക്തി അഭിനയിക്കുന്നവരുണ്ട്, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഈ കുർബാനയൊക്കെ ചൊല്ലി ഇങ്ങനെ ഇത് ചെയ്യുന്നവരുണ്ട്. ഈ തിരുമേനിയുടെ പരിശുദ്ധി എന്ന് പറയുന്നത് ആരുമില്ലാത്ത സമയങ്ങളിൽ രാത്രിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു തിരുമേനെ ശരിക്കും പേഴ്സണലായിട്ട് ഞാനത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ മുറിയിൽ 3 ആളുകളെ താമസിച്ചിരുന്നത്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഇങ്ങനെ ഇത് ഉണ്ടല്ലോ, അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മൾ തിരുമേൻ്റെ ഇത് സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ തിരുമേനി ഒരു നല്ല ലിസണർ ഓഫ് മ്യൂസിക്കാണ്. നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടം. പാട്ട് പാടത്തില്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അവിടെ നമുക്ക് അന്നത്തെ സമയത്താണെങ്കിൽ ഓൾ ഇൻ്റർനാഷണൽ റേഡിയോ
ഇംഗ്ലീഷും മറ്റതുപോലെ അതർ ലാംഗ്വേജും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് തിരുമേനിയുടെ റേഡിയോയിൽ. അത് ചില സമയത്ത് ഇച്ചിരി വോളിയം കൂട്ടി വെക്കുകയാണെങ്കിൽ അതുപോലെ നല്ല പ്രസംഗങ്ങൾ തിരുമേനി കേൾക്കുമായിരുന്നു. ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുമായിരുന്നു. പിന്നെ തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ തിരുമേനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. നമ്മൾ ചിന്തിക്കുന്ന അല്ലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ദാർശനികമായിട്ടുള്ള ഇതിൽ ഒരു ഇൻ്റലക്ച്വൽ ലെവലിലുള്ളതോ അല്ലെങ്കിൽ ഒരു സയൻസ് ടെക്നോളജിയുടെ ലെവലിലുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ തിരുമേനിയുടെ വായിൽ നിന്ന് വരും. ഞാനൊരു എക്സാമ്പിൾ അച്ഛനോട് പറഞ്ഞാൽ, ഒരു വൈകിട്ട് ഒരു 8 o'clock അവിടുത്തെ ഡിന്നർ കഴിഞ്ഞിട്ട് എല്ലാവരോടും വെളിയിൽ വരുന്ന സമയത്ത് ആ സെമിനാറിയുടെ ആ പോർച്ചിൽ ഇറ്റ്സ് ലൈക്ക് എ ജനറൽ ക്ലാസ്, എല്ലാവരും കൂടെ വന്ന് ചുറ്റുകൂടി ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാര്യം പറയുന്നത്, ഗോർബച്ചോവിൻ്റെ കാര്യം പറയുന്നത്, ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ അന്ന് നടന്ന ഒളിമ്പിക്സിൻ്റെ ഗെയിമിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വാക്കായിരിക്കും ചിലപ്പോൾ തിരുമേനിയെ പിക്ക് ചെയ്യുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആരാണ്ട് കുരിശും തൊട്ടി എന്ന് പറയും. അപ്പം തിരുമേനി തിരിഞ്ഞ് ചോദിച്ചു, എന്തോ ആ കുരിശും തൊട്ടി? അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ വഞ്ചി ഇങ്ങനെ പൈസ ഇടുന്ന നമ്മുടെ പള്ളിയുടെ ഒക്കെ കാണുന്ന കുരിശും തൊട്ടി. അപ്പം അവിടെ നിൽക്കുന്ന ആർക്കും ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇത് അറിയത്തില്ല. അപ്പം തിരുമേനി പറഞ്ഞു, തൊട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് വാട്ടർ, വെള്ളത്തോട് ബന്ധപ്പെട്ടൊരു കാര്യം തൊട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുരിശും തൊട്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ നിന്ന് ആ മെയിൻ സ്ട്രീറ്റിലോട്ട് വരുന്ന സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചിട്ട് അവിടെ ഒരു ചുമട് താങ്ങിയും ഒരു തൊട്ടിയും അതിനകത്ത് വെള്ളവും സ്നാക്സും ഒക്കെ വെച്ച് വഴിയാത്രക്കാർക്ക് റിലാക്സ് ചെയ്യാനും യാമപ്രാർത്ഥനയുടെ സമയത്ത് അവിടെ ചുമടും കെട്ടുമൊക്കെ വെച്ചേച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുമുള്ള അന്ന് കാലത്തെ ഒരു ക്രമീകരണമായി കുരിശും തൊട്ടി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മളിതിപ്പോൾ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ വഞ്ചി വെച്ച് പൈസ ഉണ്ടാക്കി റാസ് ഉണ്ടാക്കി, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പർപ്പസേ അല്ല ശരിക്കും ഈ കുരിശും തൊട്ടിയുടെ ഉപയോഗം. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കത്തില്ല, നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ കേൾക്കത്തില്ല. എനിക്കിതുപോലുള്ള കാര്യങ്ങൾ തിരുമേനി, ഞാൻ പല സന്ദർഭങ്ങളിലും ഇതുപോലുള്ള എന്തെങ്കിലും പറയുന്ന കാരണം എനിക്ക് ഭയങ്കര അത്ഭുതമായത് കേൾക്കുന്നത് ഉണ്ടല്ലോ. അങ്ങനെ തിരുമേനിയുമായിട്ടുള്ള ഓരോ സമയത്തും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെയും തിരുമേനി ഇതുപോലെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു തരുമായിരുന്നു. അച്ഛാ, തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കുവാനുണ്ടെങ്കിലും 3 പാഠങ്ങളായിട്ട് അച്ഛനൊന്ന് ചുരുക്കി നമ്മളോട് പറയുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരുന്നു. അച്ഛാ, എനിക്ക് തിരുമേനിയെക്കുറിച്ച് അറിയാവുന്ന 3 കാര്യങ്ങൾ പറഞ്ഞാൽ, തിരുമേനി വാസ് എ പേഴ്സൺ ഹു റിയലി റെസ്പെക്ട് അതേഴ്സ്. മറ്റുള്ളവരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. ആൻഡ് ഹി വാസ് വെരി ഹംബിൾ. നമ്മൾ പലപ്പോഴും തിരുമേനി എന്തെങ്കിലും ഒരു ഓഫ് മൂഡിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയുന്ന സമയത്തോ റെസ്പോണ്ട് ചെയ്യുന്ന തിരുമേനി അല്ല ശരിക്കുമുള്ള പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് പറയുന്നത്. ഒരു 1-2 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു വലിയ നോമ്പിൻ്റെ സമയത്താണ് സെമിനാറിൽ ഉച്ച നമസ്കാരം തുടങ്ങുന്നതിന് ഞാൻ ഈ പറഞ്ഞ പോലെ തിരുമേനി നേരത്തെ പള്ളിയിൽ വന്നിരിക്കും. അപ്പോൾ തിരുമേനി അവിടെ നിന്ന് ഇറങ്ങി മുറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ആ സെമിനാരുടെ അവിടെ ഉച്ച സമയത്തൊക്കെ നമുക്കറിയാമല്ലോ, ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നിരിക്കും. അപ്പോൾ ഒരു ചേടത്തി, ആ പുള്ളിക്കാരത്തിയുടെ മോക്ക് അന്ന് ഒരു 5-6 വയസ്സാണ്. ഇപ്പം വലിയ ആളായി വലിയ നിലയിലൊക്കെ ആയിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചേടത്തേക്ക് ഒരു ഇച്ചിരി ബുദ്ധിപരമായിട്ടൊരു ശകലം പ്രശ്നമുണ്ട്. അപ്പം സാധാരണ ആരും അവരുമായിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ഒന്നും പോകത്തില്ല. എല്ലാവരെയും കണ്ടാലും ചിരിച്ച് എടുത്തങ്ങ് പോകും. അപ്പം ഈ പുള്ളിക്കാരത്തി നമ്മുടെ മെസ് ഹാളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉടനെ അവരുടെ വിസിബിളായിട്ട് അവർ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെസ് ഹാളിൽ കരിങ്ങാലി വെള്ളം ഇങ്ങനെ പാത്രങ്ങളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ചുമന്ന വെള്ളം. അപ്പം ഈ കൊച്ചിനെ എടുത്ത് പിടിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി മേ ബി ഷി വാസ് വാച്ചിങ് ദിസ് വാട്ടർ ഇങ്ങനെ ഒത്തിരി നേരമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പം മോക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ തിരുമേനി
മുറിയിൽ നിന്ന് ഇറങ്ങി ചാപ്പലിലോട്ട് പോകാനായിട്ട് വരുന്നു. ആ പുള്ളിക്കാരത്ത് വന്നേച്ച് പറഞ്ഞു, എനിക്ക് അച്ഛന്മാർ കുടിക്കുന്ന വെള്ളം ഇച്ചിരി എടുത്തു തരാം. തിരുമേനി ചിരിച്ചിട്ട് തിരിച്ച് നടന്നു വന്ന് മെസ്സോളി വന്ന് 2 ഗ്ലാസ് കരിങ്ങാലി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ കൊച്ചിന് കൊടുത്ത് രണ്ടുപേരും സുഖമായിട്ട് കുടിച്ചിട്ട് അവരതിൻ്റെ രുചിയൊക്കെ വേറെ വല്ലതൊക്കെ ആയിരിക്കും വിചാരിച്ച്, പക്ഷെ അത് വളരെ തീർത്ഥം പോലെ. അത് ഒരിക്കലും നമുക്ക് തിരുമേനിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ പിന്നെ അത്രയും ഭൂമിയോളം താഴുന്ന ഒരു മനുഷ്യനാണ്. ഒരു അടുത്ത ഒരു ഇതൂടെ പറയാം. ഒരിക്കൽ ഒരു ഏകദേശം ഒരു 3 മണി സമയം ഒരു ഭിക്ഷക്കാരനെന്ന് ഞാൻ അയാളെ വിളിക്കുക. അയാൾ ഭിക്ഷക്കാരനായിരിക്കത്തില്ല, ചിലപ്പോൾ രോഗിയായ ഒരു മനുഷ്യനാണ്. അയാള് സാധാരണ അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാനേജറിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ പൈസയൊക്കെ മേടിച്ച് ആളുകൾ പോകും. പക്ഷെ ഈ മനുഷ്യന് എങ്ങനെയോ തിരുമേനിയുടെ മുറി വരെ വന്നു. തിരുമേനി ഡോറെ വന്ന് കൊട്ടി. തിരുമേനി ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. ഭയങ്കരമായിട്ട് ഒച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് ഞാൻ കേൾക്കാം. അതുപോലെ അപ്പോഴത്തേനും സംഗതി പ്രശ്നമായെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പതിയെ കഥ തുറന്ന് വെളിയിലൂടെ അത്രയും ധൈര്യമായിട്ട് ഇറങ്ങി വരത്തില്ല, എന്നാലും എന്താ സംഭവിക്കുന്നത് അറിയാനായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ഇയാൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ട് ഇറങ്ങി ഓടുക. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തിരുമേനി വന്നേച്ച് ആ സ്റ്റെപ്പിൻ്റെ മേളിൽ നിന്നേച്ച് ഇങ്ങനെ നോക്കിച്ചു, പോയോ പോയോ. ഞങ്ങൾ വിടത്തില്ല, ഇനി താഴെ ചെന്ന് വാക്കോട് കൊടുക്കാനായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇറങ്ങി താഴെ ചെന്നു. അപ്പം ഇതിൻ്റെ ഔട്ട്കം കാണാനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ അച്ഛാ ഈ തിരുമേനി താഴെ ഇറങ്ങി ചെന്നിട്ട് ഈ മനുഷ്യനോട് സംസാരിച്ചു. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് തിരുമേനി തിരിച്ച് മുറി കയറി വന്ന് പൈസ എടുത്തു കൊടുത്ത് ഈ മനുഷ്യന് പൈസ എടുത്തു കൊടുത്ത് അയാളെ സന്തോഷമായിട്ട് പിരിച്ചു വിടുന്നത് ഞാൻ കണ്ട ഒരു ഇൻസിഡൻ്റ്. ഒരു കാര്യമോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഒരിക്കൽ തിരുവനന്തപുരത്ത് സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ അന്ന് എനിക്ക് MTSSൻ്റെ ഹൈസ്കൂൾ വിങ്ങിൻ്റെ ചാർജുള്ള സമയത്ത് പിള്ളേർക്ക് ഒരു ക്ലാസ് എടുക്കാനും പറഞ്ഞുകൊണ്ട് ട്രിവാൻഡ്രത്ത് തിരുവേനെ ഇതുപോലെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബസ്സിന് പോകണം. ഞാൻ വെച്ചു, തമ്പുരാനെ നാട്ടിലെ KSRTC ബസ്സിൽ തിരുവേനയും കൊണ്ട് എങ്ങനെ പോകാൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് പിറ്റേ ദിവസം അങ്ങാണ്ട് പോകാനായിട്ടാണ്. കാറ് കണ്ട് സർവീസിന് വിടുക കണ്ട് ചെയ്യണം. സോ നമുക്ക് ബസ്സിന് പോകണം. അത് വൃത്തിയൊന്നുമില്ല. അവസാനം ഞാൻ ചെന്ന് കോട്ടയത്ത് ചെന്നിട്ട് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തിന് ഒരു എക്സ്പ്രസ് ബസ് ബുക്ക് ചെയ്തപ്പോഴേ നമുക്ക് ഈ ബസ് സ്റ്റേഷനിലൊക്കെ ആളുകൾ അറിയാമെന്ന് ഞാൻ പറഞ്ഞു തിരുമേനിക്ക് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് ആ ഡ്രൈവറുടെ തൊട്ട് പുറകത്തെ ഒരു സീറ്റ്, രണ്ടുപേരുടെ സീറ്റിൽ മറ്റേ സീറ്റിൽ ആരെയും ഇരുത്താതെ അതിൻ്റെ പുറകത്തെ സീറ്റ് ഞാനും ഇങ്ങനെയൊക്കെ ആയിട്ടെല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോവാം. അപ്പോൾ ഏകദേശം കൊട്ടാരക്കര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു പാസഞ്ചർ വന്ന് കയറി തിരുമേനിടത്തിരുന്നു. അയാളെ കണ്ടാൽ അറിയാം ആ മനുഷ്യനൊരു ഹിന്ദുവാണ്, ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ. അയാൾക്ക് തിരുമേനിയൊന്നും അച്ഛനൊന്നും ഇതൊന്നും പറഞ്ഞാൽ ഒന്നും അറിയാവുന്ന ആളല്ല. അപ്പോൾ ഇവർ രണ്ടുപേരോട് സംസാരിക്കുക. ഞാൻ ഇതിൻ്റെ തൊട്ട് പുറകെ ഇരുന്നുകൊണ്ട് ഈ കോൺവെർസേഷൻ ഇങ്ങനെ ലിസൺ ചെയ്യാം. ആ മനുഷ്യൻ്റെ മക്കളുടെ കാര്യം, ആ മനുഷ്യൻ്റെ ജോലിയുടെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ഇയാൾക്ക് മനസ്സിലായി ഈ സംസാരിക്കുന്ന ഈ ശമരക്കാരുടെ കഥ പറഞ്ഞിരുന്ന ഒരു വലിയ മനുഷ്യനോട് സംസാരിക്കുന്നത് വെച്ചുകൊണ്ട് ഈ ആള് അയാളിലുണ്ടായ മുഖഭാവത്തിലെ വ്യത്യാസം കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യനോട് ചാടി അങ്ങ് എഴുന്നേക്കുക ആ സീറ്റിൽ നിന്ന്, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം തിരുമേനി അയാളെ പിടിച്ച് കൂടെ ഇരുത്തി തിരുവനന്തപുരത്ത് വരെ പോയി. ഞാൻ പറഞ്ഞ ദാറ്റ് ഈസ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. മെനി പീപ്പിൾ ഡസൻറ്റ് നോ തിരുമേനിയുടെ ആ ഭാവങ്ങൾ. പിന്നെ അച്ഛനോട് ചോദിച്ച 3 കാര്യങ്ങൾ പറഞ്ഞ 2 കാര്യോടെ പറയാം. ഒന്ന്, തിരുമേനി പഠിപ്പിച്ച വഴി സെൻറ്റ് ജോൺസ് ഗോസ്പലാണ്. സെൻറ്റ് ജോണിൻ്റെ സ്നേഹത്തിൻ്റെ പരിവേഷം എങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാം. ഓൾഡ് ടെസ്റ്റമെൻ്റ് പറയും, എല്ലാം പറയും ഡോണ്ട് ഡു, ചെയ്യരുത്. പുതിയ നിയമം പറയും ചെയ്യണം. അപ്പം ഇത് രണ്ടും കൂടെ അതിൻ്റെ മിഡ് പോയിന്റിൽ കൊണ്ടുവച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുന്നതിനെ കുറിച്ചാണ് തിരുമേനിയുടെ ഏത് ആർട്ടിക്കിൾ എടുത്ത് നോക്കിയാലും എന്ത് നോക്കിയാലും നമുക്ക് കാണാവുന്ന ഒരു സംഗതി.
ഞാൻ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഈ തിരുമേനി എപ്പോഴും തിരുമേനി പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ലൈഫിൽ എന്നും തിരുമേനിയുണ്ട്. അതിനകത്ത് തിരുമേനിയുടെ പ്രസംഗങ്ങൾ എപ്പോൾ പ്രത്യേകിച്ച് പള്ളിയിലെ പ്രസംഗത്തിനകത്ത് എപ്പോഴും പറയും 3 കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അത് തിരുമേനിയുടെ ഏവൻഗേലിയൻ വായന എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഡ്രമാറ്റിക്കായിട്ട് നമ്മളത് കാണുന്ന പോലെ തോന്നും. അത് കർത്താവേ ഞങ്ങളിൽ ഒരുവനെ നിന്റെ ഇടത്തും ഒരുവനെ നിന്റെ വലത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിച്ച് ഏവെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടെക്സ്റ്റ് നല്ല ഇതാണ്. തിരുവനി പ്രസംഗിക്കുമ്പോഴാണ് അതിൽ ആദ്യമേ നല്ലൊരു ബൈബിൾ സ്റ്റഡി പോലെ ബിബ്ലിക്കലായിട്ട് ആ പോർഷനെ കുറിച്ച് പറയും. രണ്ടാമത് ആ ആ വാക്യത്തിൻ്റെ ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ചുള്ള അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് പറയും. മൂന്നാമത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്നുള്ള ഇത് പറയാം. തിരുവേണ്ട ഏത് പ്രസംഗം എടുത്ത് നോക്കിയാലും അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ഫോമാണിത് കാണുന്നത്. ഞാൻ ഇന്നും എപ്പോഴും ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ പാറ്റേണൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച പോലെ ആ മഹാഗുരുവിൻ്റെ സാന്നിധ്യം തിരുമേനോട് അടുത്ത് ഒരു തിരുമേനിയെക്കുറിച്ച് നോക്കുന്നത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാത്തവരാ. പക്ഷേ അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ തിരുമേനി, ഞാനൊരു ലാസ്റ്റായിട്ട് പറയാൻ വന്നത്, എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, തിരുമേനി വട്ടക്കുന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയായിരുന്നു, അന്നത്തെ കാതോലിക്ക ബാവ തിരുമേനി. തിരുമേനി ബാവയെ കാണാൻ വന്നാൽ എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പൊക്കെ ബാവ തിരുമേനി അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോകത്തുള്ളൂ. ബാവയെ കാണാൻ വരുന്ന സമയത്ത് സുന്നോസിൽ നമുക്കറിയാം മറ്റു തിരുമേനിമാർ പലരും ഇരിക്കാൻ പറയുമ്പോൾ ചിലരൊക്കെ ഇരിക്കും, ചിലരൊക്കെ ഇരിക്കത്തില്ല. പക്ഷേ ഈ തിരുമേനി എപ്പം ബാവയെ കാണാൻ വന്നാലും അത് ചിലപ്പോൾ സംസാരിക്കുന്ന 1 മണിക്കൂറാണെന്നൊക്കെ വരും, അവിടെ നിന്ന് ബാവയോട് സംസാരിക്കുന്ന നമ്മൾ കേട്ടാൽ ഒരു തിരുമേനി ഒരു ബാവയ്ക്ക് ഇത്രയും ബഹുമാനം കൊടുക്കുന്ന, ഞാൻ പറഞ്ഞ വലിയവരെയും എളിയവരെയും ചെറിയവരെയും ബഹുമാനിക്കേണ്ടവരെയും എല്ലാവരെയും ബഹുമാനിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും അതിൽ ജീവിക്കുന്ന ഒരു നല്ല തിരുമേനി, ഗുരുനാഥൻ ഗുരുവെ അവിടുത്തെ തൃപ്പാദം നമിക്കുന്നു, അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.